ഹലോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അന്ന് നൈറ്റ് റൂമിലെത്തി, ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങി കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നല്ലൊരു വ്യൂ കണ്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ, നമ്മുടെ ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദേ കണ്ടോ, നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കാണാനുള്ളത്. ആ, നല്ല കോടയൊക്കെ ആയി നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ റൂമിൽ ഹീറ്റർ ഓൺ ചെയ്തിട്ടാണ് കിടക്കുന്നത്. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. മഴയുള്ളത് കാരണം അതിൻ്റെ ഒരു തണുപ്പ് നമുക്ക് നല്ലോണം അറിയാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പുതപ്പൊക്കെ പുതച്ച് നല്ല ഹീറ്ററൊക്കെ കൂട്ടി വെച്ച് ഒക്കെ കിടന്നത്. അപ്പം നമ്മുടെ കൂടെ റൂമിലുണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ടിന് ഫാനിൻ്റെ സൗണ്ട് ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആൾക്ക് വേണ്ടി നമ്മൾ ഫാനും ഇട്ട് ഹീറ്ററും കൂട്ടി വെച്ച് ഒക്കെയാണ് കിടന്നുറങ്ങിയത് കേട്ടോ. ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോയി. ആ കണ്ടത് ഇവിടുത്തെ പോഹയാണ് കേട്ടോ, അവൽ വെച്ചുണ്ടാക്കുന്നത്. ദെൻ ദേ ഞങ്ങൾ രണ്ടുപേരും ബസ്സിൽ കയറിയ ശേഷമുള്ള ഞങ്ങളുടെ പട്ടി ഷോയാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് വോയിസ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, പക്ഷെ നല്ല ഓവറായത് കാരണം ഞാൻ എന്താ വോയിസ് ഓവർ കൊടുക്കാന്ന് വെച്ചു. ഞങ്ങൾ പറയുന്നത് ഒന്നുമില്ല, ഞങ്ങൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. എന്താ പറയാ, ഒരു ഗ്ലോ ഉണ്ട് ഫേസിൽ എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുള്ള കാരണം നമ്മൾ ഡ്രസ്സ് നന്നായിട്ട് ലെയർ ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളിങ്ങനെ വീർത്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. എൻ്റെ ഫേസിന് അത്യാവശ്യം തടിയുള്ള കാരണം ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ കൂടെ വലിച്ചു കയറ്റുമ്പോൾ ഉള്ള തടിയുടെ ഇരട്ടി തോന്നിക്കും. പക്ഷെ ഒന്നും ചെയ്യാനില്ല, ഇത്രയും ലെയർ ചെയ്യാതെ നമുക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള സോൻമാർഗിലേക്കാണ് കേട്ടോ പോകുന്നത്. അതിങ്ങനെ എഴുതുമ്പോൾ സോനാമാർഗ് എന്നാണ് എഴുതുക, അപ്പോൾ സോൻമാർഗ് എന്നാണ് പറയാ. അപ്പോൾ സോൻമാർഗിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൾക്ക് സിയക്കുട്ടിക്ക് വയറിന് ചെറിയ കംപ്ലൈൻറ്റും വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട് ആൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് 2 ദിവസമൊക്കെ ട്രാവലിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ആൾക്ക് വയറിനൊക്കെ പ്രശ്നമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്തൊക്കെയോ ചളികൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ അത് വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് മിസ്സായിപ്പോയി. സാരമില്ല. പിന്നെന്താ ഞങ്ങൾ പറയുന്നത്, ഇനി നമുക്ക് ശ്രീനഗറിന്ന് ഓൾമോസ്റ്റ് 70 കിലോമീറ്റേഴ്സ്, 70 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ. നമുക്ക് നല്ല അടിപൊളി ഒരു പിങ്ക് ബസ്സായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ശ്രീനഗറിൽ ട്രാവൽ ചെയ്തത് മുഴുവൻ ആ ബസ്സിലായിരുന്നു. നല്ല പിങ്ക് കളറിലുള്ള നല്ല ചാർജിങ് പ്ലോട്ടൊക്കെ ഉള്ള നല്ലൊരു ബസ്സായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല സുഖമായിട്ടിരിക്കാൻ സീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബസ്. നമ്മളെല്ലാവരും കയറിയ ശേഷം നമ്മളിതാ പോവാണ്. പോകുന്ന വഴിക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല എന്താ പറയാ, സോൻമർഗിന് തന്നെ മെഡോ ഓഫ് ഗോൾഡ് എന്ന് പറയാൻ കാരണം നല്ല ഭംഗിയുള്ള സ്വർണ്ണ പുൽത്തകിടി പോലെയൊക്കെ ഉള്ളത് കൊണ്ടാണ്. ആക്ച്വലി ഇപ്പം അത്രയും പുല്ലൊന്നും ആയിട്ടില്ല. മഞ്ഞുള്ള സമയം തന്നെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടെ കഴിയുന്നവർക്ക് കുറച്ചുകൂടെ മഞ്ഞൊക്കെ കുറഞ്ഞ് കറക്റ്റായിട്ടുള്ള ആ ഒരു വ്യൂ ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് എന്ത് രസമാണ്, എന്തോരം തടാകങ്ങളാ. നമുക്കറിയാലേ, പ്രശസ്തമായിട്ടുള്ള സോജില പാസിൻ്റെയൊക്കെയുള്ള വഴിമധ്യയാണ് ഈ സോൻമർഗ് ഉള്ളത് കേട്ടോ. അപ്പം എന്താ പറയാ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എന്തോരം തടാകങ്ങളും നല്ല മഞ്ഞ കളറിലുള്ള എന്താ, ഞാൻ കുറെ കാണിച്ചില്ലേ കഴിഞ്ഞ വീഡിയോയില്. മസ്റ്റാർഡിന്റെ വലിയ ഗാർഡൻസ് ഒരുപാടുണ്ട്. പിന്നെന്താ, ബാറ്റ് ഉണ്ടാക്കുന്ന മരങ്ങളുള്ള സ്ഥലം, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇതും. ഭയങ്കര ഭംഗിയുള്ള മലനിരകളും തടാകങ്ങളും ഒക്കെ എന്ത് രസാ കാണാൻ. നമ്മൾ ശരിക്കും സ്വർഗത്തിൽ പോയ ഫീലാ. ആക്ച്വലി ഈ ട്രാവൽ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് വേർത്തായി എന്ന് പറഞ്ഞത്. ഏകദേശം നമ്മുടെ സമുദ്രനിരപ്പിന്ന് 2740 കിലോമീറ്റേഴ്സ് ഉയരത്തിലാണ് നമ്മുടെ സോൻമർഗ് നിൽക്കുന്നത്. അത്രയും നമുക്ക് ട്രക്ക് ചെയ്തിട്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. നമ്മൾ കുതിരപ്പുറത്തും അല്ലാതെ നമുക്ക് ട്രക്ക് ചെയ്ത് നടന്ന് കയറാൻ തോന്നുന്നു. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നല്ല ചെളിയും ഒക്കെയാണ് അടിയിൽ, മഞ്ഞിൻ്റെ താഴെയൊക്കെ ചെളിയാണ്. അപ്പോൾ നമുക്കത് അത്ര പോസിബിൾ ആയിട്ടുള്ളതല്ല. അതുമല്ല ഒരുപാട് ദൂരമൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ കൂടെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പം
അതുകൊണ്ട് മാത്രമല്ല എല്ലാവരും ചൂസ് ചെയ്യുക എന്താ കുതിരപ്പുറത്തുള്ള ട്രാവലാണ്. എനിക്ക് ഈ ഞാൻ എടുത്തതിൽ ആ കുതിരപ്പുറത്തുള്ള ട്രാവലൊക്കെ വളരെ കുറവാണ്. കാരണം ഞാൻ പേടിച്ചായിരുന്നു ഇരിക്കുന്നത്. അത്രയും എഡ്ജിൽ കൂടിയൊക്കെയാണ് ഈ കുതിരകൾ പോകുന്നത് കേട്ടോ. നോക്കിയേ എന്ത് ഭംഗിയുള്ള വ്യൂ ആണല്ലേ. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു എഡ്ജസ് കൂടിയൊക്കെ ആ കുതിരകൾ നമ്മളെയും കൊണ്ട് പോകുമ്പോൾ നമുക്കാണ് പേടി. പക്ഷെ എന്താ പറയാ കൂടെ ഉള്ളവര് അവരെ നമ്മളെ ശ്രദ്ധിക്കാതെ 5-6 കുതിരകൾ ഒരാളൊക്കെയാണ് നോക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ പുറകിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇതിന്റെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നാ പറയാ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് സോൻമർഗ് എത്തിയിട്ട് അങ്ങോട്ടേക്ക് അതായത് നമ്മൾ മേലേക്കുള്ള ട്രാവല് ട്രക്ക് ചെയ്ത് മേലെ കയറുന്ന ഒരു ട്രാവല് ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പേടിച്ചായിരുന്നുകൊണ്ടിരുന്നത്. കാരണം കുതിരപ്പുറത്തുള്ള ട്രാവൽ ഞാൻ കയറിയിട്ടുണ്ട് കുതിരപ്പുറത്ത്. പക്ഷെ കുതിരയുടെ പുറത്തിരുന്ന് ഇത്രയും ബുദ്ധിമുട്ടുള്ള വഴി കൂടെ ഒന്നും നമ്മൾ പോയിട്ടില്ലല്ലോ. നോക്കിയേ ഇതൊരു ഭംഗിയുള്ള സ്ഥലമാണല്ലേ. ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം കൂടെയാണ് കേട്ടോ. അവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. നോക്കിയേ മഞ്ഞ്. നമ്മൾ ഈ ഒരു യാത്രയിലാണ് നമ്മൾ നല്ല രീതിക്ക് അടുത്തുനിന്ന് മഞ്ഞ് കാണുന്നുണ്ടായത് കേട്ടോ. അപ്പം എല്ലാവർക്കും മഞ്ഞ് കാണാൻ വേണ്ടി കാശ്മീർ ട്രിപ്പ് എടുത്ത് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം എല്ലാവർക്കും എന്താ പറയാ മഞ്ഞ് കാണാലോ അടുത്തെത്തിയില്ലോ എന്നൊക്കെയുള്ള ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലത്ത് നിർത്തി വ്യൂ ഒക്കെ ചെറിയ രീതിയിൽ നിർത്തിയിട്ട് കേട്ടോ. ഒരുപാട് നേരം നിർത്തിയിട്ടൊന്നുമില്ല. ഇറങ്ങിയില്ല. നമ്മളവിടെ എത്തിയ ശേഷം ഇറങ്ങിയ. പക്ഷെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ എല്ലാവരും ബസ്സിന്റെ ബാക്കിൽ വന്നിട്ട് നല്ല വ്യൂ കാണാൻ വേണ്ടി വരാ നിൽക്കുക. ആ എക്സൈറ്റ്മെന്റ് പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി തരാന്ന് പറ്റില്ല. അപ്പൊ അത്രയും നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാത് നോക്കി എല്ലാവരും ബസ്സിന്റെ പുറകിൽ വന്ന് നിൽക്കുന്നത്. എന്തോ വ്യൂ കാണാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ പോകുന്ന വഴിക്ക് പല പല ക്ലിപ്പുകളായിട്ട് എടുത്ത കേട്ടോ. എനിക്കിത് എത്ര ഇട്ട് കഴിഞ്ഞാലും മതിയാവാത്ത അത്രയും ക്ലിപ്സുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ സൂം ചെയ്ത് എടുത്തതൊക്കെയാണ് കേട്ടോ ഇത്. പക്ഷേ നമ്മുടെ യൂട്യൂബ് സൈസിലേക്ക് ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന് എത്രത്തോളം ക്രോപ്പായി പോകും എന്നുള്ള അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ആക്ച്വലി ഇത് മറ്റേ പോലെ ഞാൻ എടുക്കണമായിരുന്നു. അത് ഞാൻ എടുത്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. ഷോർട്സിൻ്റെ ഒക്കെ സൈസിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആവുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത്. എന്ത് തന്നെയായാലും ലൈഫിൽ ഒരു വൺ ടൈം എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് കുറേ CRPFൻ്റെ വണ്ടികളും കുറേ സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ. ഇതേ ഞാൻ സൈഡിൽ നിന്ന് ചുമ്മാ ഞാനാണ് പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി. ശേഷം നമ്മൾ അവിടെ എത്തിയ ശേഷമുള്ളതാട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ടാവും അവിടെ. നമ്മളെ കുതിരമേ കൊണ്ടുപോകാനും ആക്കാനും ഒക്കെ ആയിട്ട്. ശേഷം ഫോട്ടോഷൂട്ടാണ്. ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പ്രാവിനെ വെച്ചും പ്രാവിന് ഉമ്മ കൊടുത്തും ഒക്കെ നല്ല ചെറിയ ചെറിയ ഷോർട്സ് അവരെടുത്ത് തരും. 250 റുപ്പീസ് 200 റുപ്പീസ് ഒക്കെ കൊടുത്താൽ മതി. ഗ്ലൗസ് ഒക്കെ ഊരി വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മഞ്ഞൊക്കെ എടുക്കുന്നത്. പക്ഷെ മഞ്ഞ് നമ്മളെ ഒറിജിനൽ മഞ്ഞ് ഇങ്ങനെ കൈകൊണ്ടെടുത്ത് അതിൽ കളിക്കാൻ പറ്റുന്നൊന്നും സ്വപ്നത്തിൽ നമ്മൾ വിചാരിച്ചിട്ടുള്ളതാണോ? അപ്പോൾ അതൊക്കെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ്സ് ആണ്. അപ്പം കഴുത്തിലും തലയിലും ഒക്കെ ക്യാപ്പും അതും ഇതും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ അവിടെ നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. ഞങ്ങൾ മാഗിയും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സുഖമാണ് അവിടെ നിന്നൊരു ചായ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുറത്ത് മഞ്ഞുമഴ. ഇടയ്ക്ക് ഞങ്ങൾക്ക് മഞ്ഞുമഴ കിട്ടി താഴോട്ട് ഇറങ്ങിയപ്പം. ആ മഞ്ഞുമഴയിൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മാഗിയൊക്കെ കഴിച്ച് എങ്ങനെ പറഞ്ഞു തന്നാലും അതിൻ്റെ ഒരു ബ്യൂട്ടി അതിൻ്റെ ഒരു സുഖം പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ ആമിനക്കുട്ടി ഉണ്ടാക്കിയ സ്നോമാൻ ആണ് കേട്ടോ ആളുടെ കയ്യിലിരിക്കുന്നത്. ദേ നമ്മുടെ ചായ. നല്ല റിച്ച് ആയിട്ടുള്ള ചായ. ഇത്രയും ഉയരത്തിൽ നല്ല മഞ്ഞുമഴ പെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് എനിക്ക് മാത്രം കിട്ടിയ വീഡിയോ ആണ് കേട്ടോ ഇത്. അവിടെ ഒരു വീഡിയോഗ്രാഫർ വന്നിട്ട് എടുത്തു തന്നെയാണ്. അപ്പം ഭയങ്കര ഭംഗിയായി. തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. കുതിരപ്പുറത്താണ്. ശേഷം ഞങ്ങൾ റൂമിലെത്തി. നമ്മുടെ റൂമിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ താമസിച്ച ഹോട്ടലിൽ. അത് ഓരോ ദിവസവും വെറൈറ്റീസ് ആയിരുന്നു. ഞാൻ കുറേ ഒക്കെ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ദേ 3 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ എടുത്ത് നല്ല ടേസ്റ്റുള്ള ഫുഡും ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കിടന്നു.